ഭരണമാറ്റമോ മൂന്നാം ഊഴമോ അതോ തൂക്കോ? ഇലക്ഷൻ ഫലം കാത്ത് കേരളം. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നീണ്ട കാത്തിരിപ്പായിരുന്നു. 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ മുന്നണികളുടെ, സ്ഥാനാർത്ഥികളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പേറുകയാണ്. മിക്ക പാർട്ടികൾക്കും അത് നിലനിൽപ്പിന്റെ പോരാട്ടമായി കൂടി മാറുകയാണ്. ആ ഇലക്ഷന്റെ ഫലം അറിയാൻ രാഷ്ട്രീയ കേരളത്തിൽ ഉദ്വേഗം നിറയുന്നു. കനൽ ഒരു തരി മതി. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരായ പിണറായി ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള വിശേഷണമാണിത്. കേരളത്തിലെ ഈ കനൽ കെടാതെ കാക്കാൻ നാളെ ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം LDFന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഭരണം നിലനിർത്താം എന്നാണ് LDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. മുഖ്യമന്ത്രി നേരിട്ട് ഏർപ്പെടുത്തിയ വിവരശേഖരണ സംവിധാനത്തിൻ്റെ കണക്കാണ് പ്രതീക്ഷയുടെ അടിസ്ഥാനം. ഫലം എതിരായാൽ കേരളത്തിലെ ഇടതുപക്ഷത്ത് കലാപക്കൊടി ഉയരും. പിണറായി യുഗത്തിന് അന്ത്യം കുറിച്ച് CPIMൽ വലിയ പൊളിച്ചെഴുത്തിനും തോൽവി വഴിവെക്കുമെന്ന് തീർച്ചയാണ്. ഇതെല്ലാം ഒഴിവാക്കാൻ LDFന് ജയിച്ചേ മതിയാകൂ. പല ആളുകളും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. 100+ പറഞ്ഞവരുണ്ട്, വനവാസം പ്രഖ്യാപിച്ചവരുണ്ട്, BJPക്ക് 7 മുതൽ 14 വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴും ഞങ്ങൾക്കൊരു സംശയമില്ല, വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും. അധികാര നഷ്ടത്തിൻ്റെ വരണ്ട കാലം കടന്ന് വിജയതീരമണയേണ്ടത് UDFനും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തോറ്റാൽ കോൺഗ്രസും മുന്നണിയും വലിയ പ്രശ്നത്തിലാകും. ജയമല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുക വയ്യ. 80 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നാണ് UDFന്റെ ഉറച്ച പ്രതീക്ഷ. 2014 തുറന്ന BJPയുടെ നിയമസഭാ അക്കൗണ്ട് 2021 പൂട്ടിയതാണ്. 2026 അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തുകയും വേണമെന്നതാണ് NDA മുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഈ ലക്ഷ്യം നേടാൻ കഴിയാതെ പോയാൽ കേന്ദ്ര നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ NDAയ്ക്കും തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. പാർലമെൻ്ററി രാഷ്ട്രീയമല്ല മുഖ്യമെന്നൊക്കെ ഒരു മയത്തിന് തള്ളിയാലും അധികാരമാണ് എല്ലാം. നാളെ ഫലം വരുമ്പോൾ ആര് വാണാലും ആര് വീണാലും അത് കേരള രാഷ്ട്രീയത്തെ സംഭവബഹുലമാക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. അപ്പോൾ അത് തന്നെയാണ് പ്രധാനം. പാർലമെന്റ് രാഷ്ട്രീയം മുഖ്യമല്ല, അടിത്തട്ടിലെ ജനങ്ങൾക്കിടയിലെ രാഷ്ട്രീയമാണ് പ്രധാനം എന്നൊക്കെ പറയുന്നത് ഐഡിയലി ശരിയാണെങ്കിലും അധികാരം പ്രധാനമാണ്. അതിനുവേണ്ടി തന്നെയാണ് മത്സരം. ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. മറ്റന്നാൾ AICCയും നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തോടെ ആ ചർച്ചകൾക്ക് തുടക്കമാകും. ഭരണം കിട്ടിയാൽ ഈ മാസം 8-നും 10-നും ഇടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാനാണ് AICC നീക്കം. 80 മുതൽ 85 സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ 95 കടക്കും. ഈ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നത്. മറ്റന്നാൾ AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. യോഗത്തിൽ MLA-മാരുടെ അഭിപ്രായം തേടും. ബുധനാഴ്ച ഘടകകക്ഷികളുമായുള്ള യോഗം. 7 നേതാക്കൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. MLA-മാർക്ക് പുറമെ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യുവ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തി 3-ൽ കൂടുതൽ പേരുകൾ പരിഗണനയ്ക്ക് വരട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. 8-നും 10-നും ഉള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. ഇന്നും VD സതീശനായി സംസ്ഥാനത്ത് അങ്ങിങ്ങ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള വാചകങ്ങളാണ് ഫ്ലെക്സുകളിൽ. ഹരിപ്പാട് സ്ഥാപിച്ച ഫ്ലെക്സ് പിന്നാലെ അജ്ഞാതർ നശിപ്പിച്ചു. സതീശനായ ഫ്ലെക്സെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കായി കുർബാനയാണ്. പരുമലപ്പള്ളിയിൽ പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് കുർബാന നേർന്നത്. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രതികരിക്കാൻ സതീശനും ചെന്നിത്തലയും തയ്യാറായില്ല. നാളെ 8 മണിക്ക് വോട്ട് എണ്ണൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. UDFന് നല്ല വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. എക്സിറ്റ് പോളും പ്രവചനങ്ങളും എതിരെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരാം എന്നാണ് LDFന് പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടി നേതാക്കൾ പറയുന്നു. രാജ്യത്തെ അവശേഷിക്കുന്ന ഏക ഇടതു സർക്കാരിനെ നിലനിർത്താൻ LDFന് തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാവൂ. ഭരണത്തുടർച്ചയിൽ പ്രതീക്ഷ കൈവിടാതെയാണ് LDF നീക്കങ്ങൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അവഗണിക്കുന്നില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ക്യാമ്പ്.
75 സീറ്റാണ് LDFിൻ്റെ കണക്കിലുള്ളത്. 60 സീറ്റുകളിൽ വിജയം ഉറപ്പെന്നാണ് വിലയിരുത്തൽ. 10ലേറെ സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടാകുമെന്നും കരുതുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു 3000-ന് മേലെ വോട്ടിന് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. ബാക്കി വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. 3 പേര് കിടന്ന് യുദ്ധമാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, യുദ്ധ പരമ്പരയാണ്. ഹൈക്കമാൻഡ് പലവട്ടം പറഞ്ഞു, ലോ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു, ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ടും ആരും കേൾക്കാൻ. അത്ര ഒരു പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ വല്ല അർഹതയുണ്ടോ? ജയിക്കട്ടെ തോൽക്കട്ടെ, കോൺഗ്രസ് ആദ്യം സ്വന്തം വീട് വൃത്തിയാക്കണം. ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുകൾ തള്ളുകയാണ് നേതാക്കൾ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. ഇവിടെ ന്യൂനപക്ഷം എന്നല്ല എല്ലാ ജനവിഭാഗങ്ങളും ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എക്സിറ്റ് പോളിലും ഭരണവിരുദ്ധ വികാരമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോളിൽ പറയുന്നില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? കാരണം ഏറ്റവും ആദ്യം പറയുക എക്സിറ്റ് പോളിലാണല്ലോ ആളുകളോട്. അപ്പോൾ പൊതുവേ LDF ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ ആധിപത്യം ഉണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടൽ. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകില്ലെന്നും നേതാക്കൾ പറയുന്നു. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറും. കേരളത്തിലെ ഭരണത്തുടർച്ച ദേശീയ തലത്തിൽ CPIM-നും CPI-ക്കും അനിവാര്യമാണ്. 24 തിരുവനന്തപുരം. അതേസമയം കേരള നിയമസഭയിൽ ശക്തമായ സ്വാധീനമാകാൻ BJPക്ക് കഴിയുമോ എന്നതുകൂടി നാളത്തെ ആകാംക്ഷയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ വീണ്ടും താമരകൾ വിരിയുമെന്ന് ഉറപ്പിക്കുകയാണ് NDA ക്യാമ്പ്. 20% മുകളിലേക്ക് വോട്ട് ഷെയർ ഉയർത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ, മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആദ്യഘട്ട വോട്ടഭ്യർത്ഥന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ താരപ്രചാരകർ കൂട്ടത്തോടെ എത്തിയ പ്രചാരണം. ഒടുവിൽ എക്സിറ്റ് പോളിൽ 3 മുതൽ 14 സീറ്റുകൾ വരെ പ്രതീക്ഷ. സന്തോഷത്തിലാണ് NDA ക്യാമ്പ്. നിയമവും കഴക്കൂട്ടവും ബൂത്ത് തല വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധി എഴുതാൻ തയ്യാറെടുക്കുന്ന ഒന്നായിരുന്നു. പോളിംഗിന് ശേഷവും ഞങ്ങൾക്ക് അതേ ഒരു വിലയിരുത്തലാണ് BJPയുടെ പാർട്ടി ഘടകങ്ങൾ നടത്തിയിട്ടുള്ളത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാലക്കാട്, മഞ്ചേശ്വരം, ആറന്മുള, ചാത്തന്നൂർ, തൃശൂർ, തിരുവനന്തപുരം ഇങ്ങനെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഒപ്പം നിന്നുവെന്നും വിലയിരുത്തൽ. ആറന്മുളയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നോട്. ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഈ കിട്ടിയ ഇടവേളയിലാണ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ളതാണ്. ഭരണവിരുദ്ധ തരംഗമുണ്ടായതിൽ നായർ, ഈഴവ വോട്ടുകൾ BJPയിലേക്ക് വന്നുവെന്ന് കണക്കുകൂട്ടുന്നു. എന്നാൽ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ സാമുദായിക വോട്ടുകൾ നേടാനുള്ള ശ്രമം പ്രതീക്ഷിച്ച വിജയം കണ്ടില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. 24 കൊച്ചി. അതിനിടയിൽ ചില മുൻ നിലപാടുകൾ മാറിമറിയുന്നുണ്ട്. VD സതീശൻ കൊള്ളാവുന്ന നേതാവ് എന്ന പുതിയ പ്രതികരണം നടത്തുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശനുമായി വഴക്കൊന്നുമില്ല. UDF തോറ്റാൽ VD സതീശന് വനവാസത്തിന് പോകരുത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അങ്ങനെ പോകരുത്, കാരണം 100 കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം കിട്ടിയ അദ്ദേഹം ഒരിക്കലും പോകരുത്. അങ്ങനെ കൊള്ളാവുന്നൊരു പൊതുപ്രവർത്തനമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹത്തിനാണ് വനവാസത്തിന് പോണത്. ആവേശം കയറിയ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം അദ്ദേഹം ചെയ്യരുതേ എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. എനിക്കൊരു ഇടയ്ക്ക് പ്രസിദ്ധാനിഷ്ഠമായിട്ട് അഭിപ്രായങ്ങൾ പറയും. ഞാൻ അദ്ദേഹത്തെ എതിർക്കേണ്ട കാര്യം എന്നാ? ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കുന്നില്ല, അദ്ദേഹം എൻ്റെ സ്ഥാനവും വഹിക്കുന്നില്ല. പിന്നെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലതും എനിക്ക് വിയോജിപ്പും ഉണ്ടാകും. നീക്കറിയാലോ, പണ്ട് ഞങ്ങൾ ചക്കരയും പീരായിട്ട് നടന്നതല്ലേ? എൻ്റെ തെറ്റിപ്പോയി, എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യല. അനുഗ്രഹിക്കാത്ത ദേവി എന്തിനാ കുമ്പിടണം? ഏറ്റവും ഒടുവിൽ എന്തോ ചീർത്ത തവള എന്നാണ് പ്രതിപക്ഷ നേതാവിനെ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത്. അതിനു മുമ്പും അതിനേക്കാൾ കടന്ന പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ദിവസങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം വാക്കുകളൊന്നുമില്ല. കൊള്ളാവുന്ന നേതാവ് എന്ന നിലയിലേക്ക് എത്തുന്നുണ്ട് VD സതീശനെ പറ്റി വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. അരമണിക്കൂറിനുള്ളിൽ ആദ്യ ലീഡ് നില അറിയാനാകും. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണൽ. വിജയാഘോഷം അതിര് കടന്നാൽ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇടപെടാം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറയുന്നു. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ 2-3 സ്ഥലങ്ങളിലായാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ.
ആദ്യം തപാൽ വോട്ടുകളും 8:30 EVM-ലെ വോട്ടുകളും എണ്ണും. ഒരു മണ്ഡലത്തിൽ ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVM വോട്ടുകൾ എണ്ണും. ഇങ്ങനെ പരമാവധി 20 റൗണ്ടുകൾ മതിയാകും. കൗണ്ടിംഗ് നാളെ 8 മണിക്ക് തുടങ്ങുന്നു. ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ്സ് ആണ് നമ്മൾ എണ്ണം തുടങ്ങുന്നത്. അത് കണ്ടിട്ടായിരിക്കും EVMസിൻ്റെ എണ്ണം തുടങ്ങുന്നത്. ഇത് നമ്മൾ 43 ലൊക്കേഷൻസിലാണ് ക്രമീകരണങ്ങൾ വളരെ സജീവമായിട്ട് ചെയ്തിട്ടുള്ളത്. ECI നെറ്റിൻ്റെ മൊബൈൽ ആപ്പിലും പിന്നെ results.eci.gov.in എന്നുള്ള ഒരു പോർട്ടലിൽ ലഭ്യമായിരിക്കും. EVM-ലും ബൂത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ VVPAT സ്ലിപ്പുകൾ എണ്ണും. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചത്. രാവിലെ 6-ന് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തും. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ 7 മണിയോടെ തുറക്കും. തത്സമയ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാകും. വോട്ടെണ്ണൽ ഹാളിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ഒബ്സർവർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. ഇലക്ഷൻ ഫലമറിയാൻ ആവേശത്തോടെ കേരളം കാത്തിരിക്കുമ്പോൾ ഇതുവരെ കാണാത്ത വിസ്മയങ്ങളുമായി മലയാളികളുടെ കേരളത്തിന് സ്വന്തം ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് 24 ഏറ്റവും വേഗതയിൽ, അതേസമയം ആധികാരികതയോടെ വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോൾ അറിയിക്കാൻ ടീം 24 പൂർണ്ണമായി സജ്ജമാണ്. ലൈവ് 3D അനമോർഫിക് വിഷ്വൽ എക്സ്പീരിയൻസ് അടക്കം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ 24-ലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. മലയാളികളുടെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ 24 വോട്ടെണ്ണൽ ദിനമായ നാളെ വിസ്മയ കാഴ്ചകളുമായി വരുന്നു. 12K വിസ്താര, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി എന്നീ ദൃശ്യവിസ്മയങ്ങൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയ 24 ഇത്തവണ എത്തുന്നത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി. വോട്ടെണ്ണൽ ദിനത്തിൽ പ്രേക്ഷകർക്ക് 24-ന്റെ വിസ്മയ കാഴ്ച. ലൈവ് 3D അനമോർഫിക് വിഷ്വൽസ് എക്സ്പീരിയൻസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ D-Day ആണ്, വിധി ദിനം. നാളെ തീരുമാനിക്കും അടുത്ത 5 കൊല്ലം കേരളം ആര് ഭരിക്കുമെന്ന്. വളരെ ഉത്കണ്ഠ, ആകാംക്ഷ ഇവയൊക്കെ നിറഞ്ഞ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ആ നിമിഷങ്ങളുടെ ആവേശവും ചൂടും ചൂരും ചോർന്നു പോകാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളത്തെ വിധി തീരുമാനിക്കുമ്പോൾ അതിനേക്കാളും വലിയ ഒരുക്കങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഇലക്ഷൻ കാലവും വലിയ ഒരു അനുഭവമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും സജ്ജമാക്കി 24 തയ്യാറാണ്. നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ ആരംഭിക്കും. നമുക്കൊപ്പം തന്നെ തുടരുക. അവസാനത്തെ ഫലം ആദ്യം എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ എല്ലാ മത്സര ഫലങ്ങളും നിങ്ങളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഇടവേള പോലും നമ്മൾ ഇടൂ. ബി കെയർഫുൾ. നാളെ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു രാവിലെ 5 മണി മുതൽ. രാവിലെ 5 മണി മുതൽ വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ഈ റിസൾട്ടും ലീഡും എല്ലാം ആദ്യം അറിയിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതൊരു വിരസമാകില്ല. എപ്പോഴും തഗ്ഗുണ്ടാകും, ഡ്രാമയുണ്ടാകും, കളിയുണ്ടാകും, കൗണ്ടർ ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഒട്ടും വിരസമാകാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംപ്രേഷണമായിരിക്കും നമ്മുടേത്. അതുമാത്രമല്ല, നമ്മൾ നാളെ കാണിക്കാൻ പോകുന്ന ഒരു ദൃശ്യവിസ്മയം കൂടിയുണ്ട്. 140 മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ 24ന്റെ മാജിക് സ്ക്രീനിൽ കാണാം. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ വിവരങ്ങളും സമഗ്രമായി 24 പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കും. ഇലക്ഷൻ സമം 24. ന്യൂസ് ഡെസ്ക് 24. തമിഴകത്ത് തുടർഭരണമോ അതോ സിനിമാറ്റിക് ക്ലൈമാക്സോ എന്നതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സസ്പെൻസ്. വിജയിയുടെ TVK പിടിക്കുന്ന വോട്ടുകൾ ഫലത്തെ സ്വാധീനിക്കുമെന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. കേഡർ വോട്ടുകളിൽ വിശ്വാസമർപ്പിക്കുന്ന DMK തുടർഭരണത്തിന് തയ്യാറെടുക്കുന്നു. തിരിച്ചെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അണ്ണാ DMK സഖ്യം. DMK സഖ്യം ലക്ഷ്യമിടുന്ന ദ്രാവിഡ മോഡൽ 2.0 തുടരുമോ? 10 വർഷത്തെ ഭരണത്തിനു ശേഷം പ്രതിപക്ഷത്തേക്ക് മാറിയ അണ്ണാ DMK അധികാരത്തിൽ തിരിച്ചെത്തുമോ? ആദ്യ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ തമിഴക വെട്രിക്കഴകത്തിന് സാധിക്കും? ചോദ്യങ്ങൾ ഏറെയുണ്ട് ജനങ്ങളുടെയും പാർട്ടികളുടെയും മനസ്സിൽ. മണിക്കൂറുകൾ കൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാകും. കൃത്യമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന തമിഴക വെട്രിക്കഴകം ദേശീയ വക്താവ് ഫെലിക്സ് ജെറാൾഡ് 24നോട്. We are very much confident that we will form the government without any hiccups. With majority, we will form the government, and Tamil Nadu will witness a new change, and that will be a starting point for not only for Tamil Nadu, for the entire country. എക്സിറ്റ് പോളുകൾക്കപ്പുറം വിജയമുണ്ടാകുമെന്നാണ് DMK പറയുന്നത്. അണ്ണാ DMK നേതൃത്വം നൽകുന്ന NDA സഖ്യവും ശുഭപ്രതീക്ഷയിൽ തന്നെ.
234 മണ്ഡലങ്ങൾ, 62 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. 8 മണിക്ക് തപാൽ വോട്ടുകളും 8:30 EVM-കളും എണ്ണി തുടങ്ങും. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലെ ജനവിധി അറിയാൻ 6 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എക്സിറ്റ് സർവേ ഫലങ്ങളിൽ NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം അധികാരത്തിൽ തുടരുമെന്നാണ് പ്രവചനം. 24 ചെന്നൈ. അതേസമയം ദേശീയ രാഷ്ട്രീയം നാളെ ഉറ്റുനോക്കുന്നത് പശ്ചിമബംഗാളിലേക്കാകും. എക്സിറ്റ് പോളുകൾ ശരിയായാൽ ബംഗാളിലെ BJP സ്വപ്നങ്ങൾ പൂവണിയും. പ്രവചനങ്ങൾ കാറ്റിൽ പറത്തുന്ന വിജയമുണ്ടാകുമെന്ന് TMC തൃണമൂൽ കോൺഗ്രസും അവകാശപ്പെടുന്നു. അസമിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നും നാളെ അറിയാം. തൃണമൂൽ കോട്ടയായ ഫൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കേണ്ടതിനാൽ ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ ഒന്നൊഴിച്ചുള്ള ഫലമാണ് നാളെ വരാൻ പോകുന്നത്. കഴിഞ്ഞ 2 തവണ 200-ന് മുകളിൽ സീറ്റ് നേടിയ തൃണമൂലിന് ഇത്തവണ അധികാരം നഷ്ടമായേക്കുമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകിയിരിക്കുന്നത്. അതിനാൽ വങ്കനാട്ടിൽ BJP ആദ്യമായി അധികാരം പിടിക്കുമോ എന്നതറിയാൻ രാജ്യമൊന്നാകെ ബംഗാൾ ഫലം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കനൽ പോലും ബാക്കിയില്ലാതെ തകർന്ന CPIM ഇത്തവണ അക്കൗണ്ട് വീണ്ടും തുറക്കുമോ എന്നതും രാഷ്ട്രീയ കൗതുകം. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് BJP പരമാവധി ശ്രമിച്ചു. ഭരണവിരുദ്ധ വികാരവും മുതലാക്കാൻ നോക്കി. എന്നാൽ സ്ത്രീ വോട്ടർമാരും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒപ്പം നിൽക്കുമെന്ന് മമതയും കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് തൃണമൂൽ ആവർത്തിക്കുന്നുണ്ട്. അസമിൽ ഇത്തവണയും BJP തന്നെ അധികാരം പിടിക്കുമെന്നാണ് എല്ലാ സർവേ ഫലങ്ങളും ഇന്നേ വരെ പറഞ്ഞത്. ഹിമന്ത ബിശ്വ ശർമ്മയും പാർട്ടി സംഘടനാ സംവിധാനവും അസമിൽ അത്രമേൽ കരുത്താർജിച്ചു കഴിഞ്ഞു. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ പുതിയൊരാവേശം കോൺഗ്രസ് ക്യാമ്പിൽ പ്രകടമാണ്. പക്ഷേ മാന്ത്രിക സംഖ്യ കടക്കുക അത്ര എളുപ്പമല്ല. ഇരു സംസ്ഥാനങ്ങളുടെയും ഫലം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറെ നിർണായകമാണ്. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ നാളെ ദീദിയുടെ വാഴ്ചയോ ദാദയുടെ വാഴ്ചയോ എന്നുള്ള കാര്യമൊക്കെ നാളെ ബംഗാളിലെ രാഷ്ട്രീയ ആകാംക്ഷ. ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം, പുതുച്ചേരി നാളെ ഇവിടങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഫലങ്ങളാണ്. അതേസമയം സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന N. പ്രശാന്ത് IAS വീണ്ടും സസ്പെൻഷന് പിന്നാലെ സസ്പെൻഷൻ. അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് വീണ്ടും അച്ചടക്ക നടപടി. ഇന്നലെ രാത്രിയിലാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഡോക്ടർ A. ജയതിലകിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് 2024 നവംബർ 11-ന് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K. ഗോപാലകൃഷ്ണനെയും ഇതേ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. 2 ഉദ്യോഗസ്ഥരെ ഒരു ദിവസം സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ആദ്യവുമായിരുന്നു. എന്നാൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ പ്രശാന്തിനെതിരെ നടപടി പല ഘട്ടങ്ങളിലായി നീട്ടുകയാണ് ചെയ്തത്. B. അശോകിനെതിരെ സർക്കാർ സ്വീകരിച്ച സസ്പെൻഷൻ നടപടിയിൽ പ്രതികരിച്ചതാണ് വീണ്ടും സർക്കാരിനെ ചൊടിപ്പിച്ചത്. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ചൂണ്ടിക്കാട്ടി ഉത്തരവിറക്കി. 1.5 വർഷമായി പ്രശാന്ത് വിവിധ ചട്ടലംഘനങ്ങൾക്ക് സസ്പെൻഷനിലാണ്. ഇത് 8ാമത്തെ പ്രാവശ്യമാണ് പ്രശാന്തിനെതിരെ നടപടിയെടുക്കുന്നത്. റിവ്യൂ കമ്മിറ്റി ചേരാനിരിക്കെയാണ് 8ാമത്തെ നടപടി. 24 തിരുവനന്തപുരം. ക്രിമിനൽ കേസുകളിൽ പ്രതിയും കണ്ണൂർ സ്വദേശിയുമായ അർജുൻ ആയങ്കിയും സംഘം പോലീസ് കസ്റ്റഡിയിൽ. കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. 9 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആഡംബര വാഹനം ഉൾപ്പെടെ 3 വാഹനങ്ങളിലായാണ് അർജുനും സംഘവും കോതമംഗലത്തിനടുത്ത് റിസോർട്ടിലെത്തിയത്. എന്തിന് റിസോർട്ടിലെത്തി, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അനധികൃതമായി പോലീസ് തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാണിജ്യ സിലിണ്ടറിന് LPG സിലിണ്ടറിന് വില കുത്തനെ കൂട്ടിയതോടെ 1000 രൂപ, 1000-നടുത്ത്. സംസ്ഥാനത്ത് ഹോട്ടലുകൾ വൻ പ്രതിസന്ധിയിലാണ്. വില കുറയ്ക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ ഉടമകൾക്കും കാറ്ററിംഗ് സർവീസുകാർക്കും ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയതോടെ ആശങ്കയിലാണ് ആളുകൾ. പലയിടത്തും 19 കിലോ സിലിണ്ടറിന്റെ വില 3100-ന് മുകളിലാണ്. ഇത്രയും വില കൊടുത്ത് പാചകവാതകം വാങ്ങുന്നത് വലിയ നഷ്ടമാണെന്നും മുന്നോട്ടു പോകാനാകാത്ത സാഹചര്യത്തിലാണെന്നും ഹോട്ടൽ ഉടമകൾ. വളരെയധികം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പെട്ടെന്നൊരു വിലക്കയറ്റം ഞങ്ങൾക്ക് താങ്ങാനാവാത്തൊരു രീതിയിലായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഓർഡറുകൾ മാസങ്ങൾക്ക് മുമ്പെടുത്താണ്. ഇപ്പോൾ സീസൺ ടൈമാണ്. പഴയ റേറ്റിന് എടുത്തിരിക്കുന്ന ഓർഡർ ഇപ്പോൾ നിലവിലുള്ള ഗ്യാസ് ഞങ്ങളെ വളരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പല ഹോട്ടലുകളിലും ഭക്ഷണത്തിലെ മെനു വെട്ടിക്കുറച്ചിട്ടുണ്ട്. എല്ലാ വിഭവങ്ങൾക്കും വില കൂട്ടാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. എന്നാൽ എറണാകുളം നഗരം പോലെ ആളുകൾ ഹോട്ടൽ ഭക്ഷണത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇടങ്ങളിൽ പൊതുജനങ്ങളും പ്രതിസന്ധിയിലാകുമെന്നതിൽ സംശയമില്ല. വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് മെയ് 6-ന് ഹോട്ടൽ അടച്ചിട്ട് പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ഇറാനെതിരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന സൂചന നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഏതറ്റം വരെ പോരാടുമെന്നാണ് ഇറാന്റെ മറുപടി. ഹോർമൂസിലെ സംഘർഷാവസ്ഥയ്ക്കിടെ ഇറാന്റെ എണ്ണ ടാങ്കർ അമേരിക്കൻ നാവിക ഉപരോധം മറികടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ OPEC+ രാജ്യങ്ങൾ ഇന്ന് യോഗം ചേരും.
ഇറാനെതിരെയുള്ള ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. ഇറാൻ ഇന്നലെ മുന്നോട്ടുവച്ച 14 സമാധാന പദ്ധതി നിർദ്ദേശങ്ങൾ ഉടൻ പരിശോധിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ അത് തനിക്ക് സ്വീകാര്യമാകുമെന്ന് തോന്നുന്നില്ലെന്ന് ട്രംപ്. നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ലബനോണടക്കം എല്ലാ മുന്നണികളിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ നിർദ്ദേശം. ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുത്തതിനെ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ട്രംപിന്റെ പരാമർശം നിയമവിരുദ്ധ പെരുമാറ്റത്തിന്റെ നേരിട്ടുള്ള കുറ്റസമ്മതമാണെന്ന് ഇറാൻ വിമർശിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പുതിയ നിയമത്തിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകാനൊരുങ്ങുകയാണ്. കടലിടുക്കിൽ ഇസ്രായേലി കപ്പലുകളെ ശാശ്വതമായി തടയുമെന്നും അമേരിക്കയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമുള്ള കപ്പലുകൾ യുദ്ധനഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്നും നിർദ്ദിഷ്ട രേഖയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാന്റെ നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഹ്യൂജ് എന്ന പേരിലുള്ള എണ്ണ ടാങ്കർ അമേരിക്കൻ നാവിക ഉപരോധം മറികടന്ന് ഏഷ്യ പസഫിക്കിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. $22 കോടി വിലമതിക്കുന്ന 19 ലക്ഷം ബാരൽ എണ്ണയാണ് ടാങ്കറിലുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ 1 PM ന്യൂസ് തൽക്കാലം പൂർത്തിയാകുന്നു. ഗുഡ് ബൈ.